വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മാനസിക സംഘർഷം അഥവാ സ്ട്രെസ്സിൻ്റെ ചില കാരണങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും ശാരീരിക പ്രവർത്തനങ്ങൾ, മനഃശാസ്ത്രപരം, തൊഴിൽപരം എന്നിങ്ങനെ പല പല കാറ്റഗറികളുണ്ട്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ് ചോദിച്ചാൽ, സ്ട്രെസ്സിന് ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ കൂടുതൽ അടുത്തറിയാനും ശരിയായി മനസ്സിലാക്കാനും അപഗ്രഥിക്കുവാനും അതിൽ ശരിയായ പരിഹാരം കണ്ടെത്താനും നമുക്ക് എളുപ്പമായി തീരുന്നു. സങ്കീർണമായ ഏതൊരു വിഷയവും പഠിക്കുന്നതിൻ്റെ ശാസ്ത്രീയമായ രീതിയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അത് കൂടുതൽ നമ്മളെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ആധികാരികമായി അതിനെക്കുറിച്ചുള്ള അറിവ് നേടുവാനും അത് നമുക്ക് സഹായിക്കും. ഉദാഹരണത്തിനായി നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നു. നമ്മൾ ആദ്യം മോർഫോളജി പഠിക്കും, പിന്നെ അനാട്ടമി പഠിക്കും, പിന്നെ ഫിസിയോളജി പഠിക്കും. അതെങ്ങനെയാണ്? ഓരോ സിസ്റ്റവും പ്രത്യേകം എടുത്ത് പഠിക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം പ്രവർത്തനം സൈമൾട്ടേനിയസ് ആണ്, ഒരേ സമയത്താണെങ്കിലും പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അതിനെ വ്യത്യസ്ത ഓർഗൻ സിസ്റ്റങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുന്നത്. അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റിനും നമ്മൾ കണ്ടെത്തുന്ന അവലംബിക്കുന്ന രീതിയും അതുതന്നെയാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഫിസിക്കൽ കോസ്, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും നമ്മുടെ ശരീരം സ്വീകരിക്കും. അതിനാണല്ലോ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 5 സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ വെച്ചിട്ടുള്ളത്. പുറത്തുള്ള മാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ഒരു ഹോമിയോസ്റ്റാസിസ് മെക്കാനിസം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു സന്തുലിതമായ രീതിയിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ സന്തുലിതമായ പ്രവർത്തനത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന ഒരു ബോഡി മെക്കാനിസമാണ് ആന്തര സമസ്ഥിതി പാലനം. സമസ്ഥിതി എന്നാൽ അകവും പുറവും ഒരുപോലാക്കി വയ്ക്കുക. ഉദാഹരണത്തിന്, അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് വിയർപ്പുണ്ടാകും, ഉഷ്ണിക്കാൻ തുടങ്ങുന്നു. എക്സസ് ടെമ്പറേച്ചറിനെ, അമിതമായിട്ടുള്ള താപത്തെ പുറത്തു കളയുവാനുള്ള ഒരു ഹോമിയോസ്റ്റാസിസ് മെക്കാനിസത്തിന്റെ ഫലമാണ് സ്വെറ്റിംഗ് അല്ല വിയർക്കൽ. അപ്പോൾ ഇതൊരു പരിധിവരെ നമ്മുടെ ശരീരത്തിന് താങ്ങാനാവുള്ളൂ. ചില പരിസ്ഥിതികമായിട്ടുള്ള പ്രോബ്ലങ്ങൾ നമ്മുടെ മനസ്സിനെ ശരിക്കും ഇറിറ്റേറ്റഡ് ആക്കും. അതിൽ ചില കാര്യങ്ങളാണ്: ഒന്ന്, അമിതമായ ചൂട്, അത്യുഷ്ണം, അസഹനീയമായ ചൂടും അന്തരീക്ഷത്തിലെ ജലബാഷ്പവും, ആർദ്രത. പിന്നെ നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്ത് ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങൾ. കുറച്ചു നേരം കഴിയുമ്പോൾ ശബ്ദം അസ്വസ്ഥതയുണ്ടാക്കും, അത് ക്രമേണ നമുക്ക് തലവേദനയുണ്ടാക്കും, മനസ്സിനെ ഇറിറ്റേറ്റഡ് ആക്കും, നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? ഇതെല്ലാം ശബ്ദത്തിലുണ്ട്. അതേപോലെ വൈബ്രേഷൻ, അമിതമായ ശരീരം ഏതെങ്കിലും കാര്യത്താൽ ജെർക്ക് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ സമയം ശരീരം വൈബ്രേറ്റ് ചെയ്യാനിടയായാൽ, അതിനുള്ള സാഹചര്യം ബന്ധപ്പെട്ടിരുന്നാൽ അതും നമ്മൾ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ, നമ്മുടെ അന്തരീക്ഷ വായുവിൽ, അതായത് ഫിസിക്കലായിട്ടുള്ള അന്തരീക്ഷത്തിൽ വായുവിലുള്ള ഓക്സിജന്റെ പെർസെൻറ്റേജ് കുറയുമ്പോൾ അതും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന ചില സിറ്റുവേഷനുകൾ, ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങൾ, അതായത് ക്ഷാമം ഉണ്ടാവുക, വെള്ളപ്പൊക്കം ഉണ്ടാവുക, ഭൂകമ്പം ഉണ്ടാവുക, അത് വേലിയേറ്റവും വേലിയിറക്കവും, അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, അതുപോലെ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുക, ഇതെല്ലാം തന്നെ
നമ്മുടെ ഫിസിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് ആ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നിലയിൽ നമ്മളെല്ലാവരും ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് തീർച്ചയായിട്ടും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും അനുഭവപ്പെടും. അതായത് ഏതിൻ്റെയും ഇഫക്റ്റ് നമ്മളിൽ അഫക്റ്റ് ചെയ്യും. അത് നമ്മൾ പലതരത്തിലുള്ള ഇംപെർഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഇംപെർഫെക്റ്റ് സ്റ്റേജാണ് സ്ട്രെസ്. അതുപോലെ തന്നെ ചില ഫിസിയോളജിക്കൽ കോസ് ഉണ്ട്, ശാരീരികപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ക്ഷീണം. നമുക്കെപ്പോഴും ക്ഷീണവും തളർച്ചയും. അതിന് കാരണങ്ങൾ ഒത്തിരിയുണ്ട്. എന്തുകൊണ്ട് ക്ഷീണം വരുന്നു? ചിലർക്ക് നല്ലപോലെ ആഹാരം കഴിക്കുന്നുണ്ട്, നല്ലതുപോലെ ഉറങ്ങുന്നുണ്ട്, എന്നിട്ട് ക്ഷീണം വിട്ടുമാറുന്നില്ല. അതെന്തുകൊണ്ട്? അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ചെക്കപ്പ് ചെയ്യും, അല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് പഠിക്കും, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഈ ക്ഷീണം പലപ്പോഴും എനിക്കെൻ്റെ പ്രവർത്തന മേഖലകളിൽ, കർമ്മമണ്ഡലത്തിൽ എന്നെ പുറകിൽ കൊണ്ടുപോകും. എൻ്റെ ആ പ്രവർത്തനക്ഷമത എനിക്കവിടെ കാഴ്ചവെക്കാൻ സാധിക്കാതെ വരുന്നു. അതുമൂലം എൻ്റെ എല്ലാ തൊഴിൽപരമായ കാര്യങ്ങളിലും ഞാൻ ബാക്കിലാകുന്നു. എനിക്ക് ശരിയായ രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പെർഫോമൻസ് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞാൻ തളർന്നിരിക്കുകയാണ്. അതേപോലെ വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ, പുവർ ഫിസിക്കൽ കണ്ടീഷൻ. ഒന്ന് ശരീരത്തിന് നല്ല ആരോഗ്യമില്ല, അല്ലെങ്കിൽ കൈകൾക്ക് സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ ഞാൻ വിരൂപനാണ്, ഞാൻ അന്ധനാണ്, എനിക്ക് കൈയില്ല, അല്ല കൈ ഒടിഞ്ഞതാണ്, കാലിന് മുടന്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഞാൻ അങ്ങനെയാണല്ലോ, എനിക്ക് എല്ലാവരെ പോലെ അല്ലല്ലോ, എനിക്ക് ധാരാളം കുറവുകളുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അത് പിന്നീട് ഊണിലും ഉറക്കത്തിലും അവരുടെ സ്വസ്ഥത കെടുത്തും. അതാണ് മറ്റൊരു കാരണം. അതേപോലെ വിശപ്പ്, അമിതമായ വിശപ്പ്. വിശപ്പ് വരെ നല്ലതാണ്, പക്ഷെ ആഹാരം കഴിക്കാനില്ലെങ്കിലോ എന്തു ചെയ്യും? ഇനി ആഹാരം കഴിക്കാൻ കയ്യിലുണ്ടെങ്കിൽ അത് കഴിക്കാൻ സാഹചര്യം കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ശരീരം ഡിമാൻഡ് ചെയ്യുവാണ്, കൊണ്ടുപോവാ, പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. ചില ആളെ കണ്ടിട്ടില്ലേ, ഒരു ആഹാരം കൊണ്ടുപോകും ഓഫീസിൽ, പക്ഷെ തിരിച്ചു വരുമ്പോൾ അതുപോലെ കൊണ്ടുവരും. എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു? കഴിക്കാൻ സമയം കിട്ടിയില്ല, വർക്ക് ലോഡ്. അപ്പൊ അത് ഒരു ദിവസമാണ് കുഴപ്പമില്ല. അതേ പ്രവൃത്തികൾ അടുപ്പിച്ചടുപ്പിച്ച് ദിവസങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ മറ്റൊന്നാണ് പെയിൻ. നമുക്കറിയാം, വേദന എന്ന് പറയുന്നത് ഒരു മൈൽഡ് ലെവൽ വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് സഹിക്കാൻ തയ്യാറാണ്. ഒരു പരിധി വരെ വേദന സഹിക്കാം. എന്നാൽ നമ്മുടെ പരിധിക്കും അപ്പുറത്തേക്ക് ഒരവസ്ഥ വന്നാൽ നമ്മളൊരു അസഹനീയം. അപ്പം നമ്മൾ താൽക്കാലികമായി പെയിൻ കില്ലറൊക്കെ യൂസ് ചെയ്യും. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ആ വേദന പലതരത്തിലുള്ള വേദന ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ശരീരത്തിന്റെ വേദനയാണ് പിന്നീട് മനോവേദനയായിട്ട് മാറുക. നേരത്തെ പറഞ്ഞു, സ്ട്രെസ് ഈസ് എ കൈൻഡ് ഓഫ് പെയിൻ എന്നാ പറഞ്ഞത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വേദന, അതാണ് സ്ട്രെസ്. അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വേദന അത് മനസ്സിനെ ബാധിക്കും. അതുപോലെ സ്ട്രെയിൻ, ചില സാഹചര്യങ്ങൾ നമ്മളെന്ത് ചെയ്യും? സ്ട്രിങ് ചെയ്യും, നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കും. നീ അങ്ങനെ ചെയ്യണം, ആയേ പറ്റൂ, നിർബന്ധം പിടിക്കുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് അത് മാനസിക സ്ട്രെയിൻ ആണ്. അതേപോലെ ശരീരത്തിനും പലതരത്തിലുള്ള സ്ട്രെയിനുകൾ ഉണ്ടാവും. അതേപോലെ നിശ്ചിതമായിട്ടുള്ള വിട്ടുമാറാത്ത ചില രോഗങ്ങൾ. ഒത്തിരി നാളുകളായി ഞാനൊരു പ്രത്യേക രോഗത്തിന് അടിമയാണ്, ആ രോഗം എന്നിൽ ഉണ്ട്, അത് യാതൊരു തരത്തിലും സംശയത്തിന് ഇടയില്ല. മാത്രമല്ല അത് വിട്ടുമാറുന്നതുമില്ല. കുറെ കാലം കഴിയുമ്പോൾ മെഡിസിൻ കഴിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ലാതാവും. ഇത്രയും കാലം കഴിച്ചിട്ടും വലിയ ഫലമൊന്നും കിട്ടിയില്ലല്ലോ, ഇനി എന്തിനാ കഴിച്ചിട്ട്, വെറുതെ കാശ് കളയാമെന്നല്ലാതെ. അങ്ങനെ എൻ്റെ അസുഖം മാറില്ല എന്ന് അവർ വിധി എഴുതുന്നു. ആ രീതിയിലാണ് പിന്നീട് അവർ അതിനെ സമീപിക്കുന്നത്. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഒന്ന് ഭൗതികമായ കാരണങ്ങൾ, രണ്ട് ശാരീരികമായ കാര്യങ്ങൾ. ഇനിയും ഇതുപോലെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഈ കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വയം ചിന്തിച്ചു നോക്കൂ,
ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റെമഡിയും കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കാരണം മാത്രം പോരല്ലോ, നിവാരണം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ എന്ത് കാരണത്താലാണ് എനിക്ക് സ്ട്രെസ് വന്നത് എന്ന് മനസ്സിലാക്കി ഈ പറയുന്ന കാറ്റഗറിയിൽ ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു സഡൻ ആക്ഷൻ ആണ് നമ്മളിപ്പോൾ കൈക്കൊള്ളേണ്ടത്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ആ കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയി തന്നെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഒത്തിരിയൊക്കെ സ്വയം ചിന്തിച്ചെടുക്കാൻ സാധിക്കും. കുറച്ചൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും അഡ്വൈസ് സ്വീകരിക്കാം, കുറച്ചൊക്കെ നമുക്ക് നല്ല ഡോക്ടേഴ്സിന്റെ ഹെൽപ്പും എടുക്കണം. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യും. ഓക്കെ.